അപ്പൊ ശ്യാമേ നമ്മൾ വന്ന കാര്യം പറ. അപ്പൊ നമ്മൾ ഇന്ന് നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ പരവൂര് ആയിരവല്ലി മഹാദേവ ക്ഷേത്രത്തിലാണ്. ഒരുപാട് വർഷം പഴക്കമുള്ള ക്ഷേത്രമാണ്. ഒരുപാട് വർഷം എന്ന് പറഞ്ഞാൽ ഏകദേശം 1000 വർഷത്തിനടുത്തോളം പഴക്കം ഉണ്ടെന്നാണ് പറയുന്നത്. അവിടെ ഈ മരത്തിന് തന്നെ നമ്മൾ വന്ന ഒരുപാട് ആ വൃക്ഷത്തിന് തന്നെ ഏതാണ്ട് 400 വർഷത്തോളം പഴക്കമുള്ള ഒരുപാട് വൃക്ഷങ്ങൾ ലോകത്ത് തന്നെ ഒരേ ഒരു വൃക്ഷം എന്നാ പറയുന്നത്. അത് കണ്ടു ആ ഒരു ഭാഗ്യം നമ്മുടെ കൊല്ലം ജില്ലയിൽ നമുക്കുണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പക്ഷെ എന്നാലും ഇവിടെ ഒരുപാട് പേർക്ക് അറിയത്തുമില്ല. ഈ പറയുന്ന ഞാൻ പോലും ആദ്യമായിട്ടാണ് അറിയുന്നത്. നമ്മൾ എത്തിയിരിക്കുകയാണ്. അല്ല, ഇത് 5 വർഷം മുമ്പാണ് ഈ സംഗതി ഇവിടെ ഉണ്ടെന്നുള്ളത് അറിയുന്നതും. എന്റെ പിന്നെ കാർഷിക കോളേജിൽ നിന്ന് അവരിന്നൊക്കെ വന്നിട്ട് അവര് ഇത് കൺഫേം ചെയ്ത് ഈ സംഭവമാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം അന്നാണ് ഈ അമ്പലത്തിലുള്ളതും പരിസരവാസികൾ ഇതിന്റെ പ്രാധാന്യം അറിയുന്നത്, തിരിച്ചറിയുന്നത്. ശ്യാമിന് അറിയാമായിരുന്നോ ഇത് ഈ ഒരു മരത്തെ കുറിച്ച്? ഇപ്പോഴാണ് അറിയുന്നത്. അവര് പറയുന്ന ലോകത്ത് ഒരേ ഒരു വൃക്ഷം മാത്രം. ഞാനും ആദ്യമായിട്ടാ, ഇത്രയും നാള് നമ്മൾ ഇത്രയും വയസ്സായി, 48 വയസ്സായിട്ട് ഇത് ആദ്യമായിട്ടാണ് അറിയുന്നത്. ഇതിന്റെ ഇത് എടുത്തുകൊണ്ട് പോയിട്ട് അവരിപ്പോ ഏതാണ്ട് ഒരെണ്ണം കൂടെ ഉത്പാദിപ്പിച്ചിട്ടുണ്ടെന്നാ പറയുന്നത്, ഇതിന്റെ വംശം നിലനിർത്താൻ വേണ്ടി. ലോകത്ത് പറഞ്ഞില്ല, വയസ്സായവർക്ക് ആയുർവേദ സാധനം കൂട്ടുകളും ഉണ്ട്. അങ്ങനെയുണ്ടോ? അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയിട്ട് ഇതിനെ കുറിച്ച് വിശദമായിട്ട് നോക്കാം. നമസ്കാരം ചേട്ടാ. ചേട്ടാ, നമ്മൾ ഇതിനെ കുറിച്ച്, ഈ മരത്തിനെ കുറിച്ച് ഒരു ഡോക്യുമെന്ററി എടുക്കാൻ വന്നത്, ഒന്ന് എടുത്തോട്ടെ. ഈ മരത്തിനെ കുറിച്ച്, ഈ കാവിന്റെ ഒരു ഷൂട്ട് ചെയ്യാനായിട്ട് 400 വർഷം പഴക്കമുണ്ടെന്ന് പറഞ്ഞ ഇരിപ്പമരവും ഇലിപ്പേന്നും പറയും. ഇതിന്റെ യഥാർത്ഥ ഔദ്യോഗിക നാമം രണ്ടു പേരിൽ ഇവിടെ ഉള്ളവർ പറയുന്ന ഇരിപ്പേന്നാണ്. അല്ലല്ല, ഇവിടെ അറിയപ്പെടുന്നത് ഈ ഇരിപ്പാല എന്നാണ്. കാവിലിപ്പ, സോറി, കാവിലിപ്പ. പക്ഷെ ഇതിന്റെ യഥാർത്ഥ പേര് ഇലിപ്പേന്നും പറയുന്നുണ്ട്, ഇരിപ്പേന്നും പറയുന്നുണ്ട്. അത് ഈ ഇതിനെ കുറിച്ച് പഠിക്കാൻ വന്നവര് വന്ന് പറഞ്ഞതാണ്. അപ്പം ഇത്രയും മരങ്ങളുള്ളത്, ലോകത്ത് ഇത്രയും മരങ്ങളുള്ളത് ആകപ്പാടെ റെയർ പീസ് ഒരെണ്ണമാണ് അതിനകത്തുള്ളത്. അല്ലെ, ഇത് കണ്ടുപിടിച്ചെന്ന് പറഞ്ഞാൽ ഇത് 1835 റോബർട്ട് വൈറ്റ് എന്ന് പറഞ്ഞ ബ്രിട്ടീഷുകാരനാണ് ഇത് ആദ്യമായിട്ട് ഈ മരത്തിന്റെ വിഭാഗത്തെ കണ്ടെത്തിയെന്നാണ് പറയപ്പെടുന്നത്. അതിനുശേഷം പിന്നെ ഇത് വംശനാശം സംഭവിച്ചു എന്ന് കരുതിയിരുന്നൊരു സാധനം. ഇതിന്റെ പേരെന്തോളിയാ? മധുക്ക. അതൊക്കെ ഇവർക്കുള്ള ഈ നാമം ഉണ്ടല്ലോ. ഇച്ചിരി പാടാടാവേ. ഇത് നമ്മള് നാക്ക് പഠിച്ചാലൊന്നും പറഞ്ഞ കാര്യമില്ല.
വലിയ പാടാ. ഞാൻ മധുവണ്ണനെ വിളിച്ചോണ്ട് വരണം. ചോദിച്ചു എന്ന് കരുതിയിരുന്ന ഇവർ തപ്പി നടക്കുകയായിരുന്നു. ഈ പിന്നെ നമ്മളെ തിരുവനന്തപുരത്തെ പാലോടിലെ കാർഷിക സംഘത്തിലെ വിദഗ്ധ ശാസ്ത്രജ്ഞന്മാർ. അപ്പൊ ഇവര് ഈ കേരളത്തിലുള്ള ഒരുമാതിരിപ്പെട്ട കാവുകളിലെല്ലാം അന്വേഷിച്ച് നടന്ന് ലാസ്റ്റ് എത്തപ്പെട്ട് ഇവിടെ വന്നപ്പോഴാണ് ഈ സംഭവം കാണുന്നത്. 400 വർഷം പഴക്കമുള്ളൊരു മരം. അതായത് നമ്മളെ മുത്തര അപ്പൂപ്പന്മാർക്കൊക്കെ അവർ അളിയനറിയാം, 2 തലമുറയ്ക്ക് അപ്പുറം അപ്പനെ അറിയാം. അവന്റെ അപ്പനെ പോലും അറിയത്തില്ല. എനിക്കുള്ള അച്ഛന്റെ പേരറിയാം, അതിന് മേലോട്ടുള്ള പേര് എനിക്കറിയത്തില്ല. അവിടെ ആർക്കും പക്ഷെ അന്ന് ഈ കാവിൽ വന്നിട്ടുള്ളവർ ഈ മരത്തിനറിയാം. അവരെയൊക്കെ മരത്തിനറിയാം. നമ്മുടെ പഴയ ആൾക്കാരെ എല്ലാവരും 10-15 തലമുറ 400 വർഷം എന്ന് പറയുമ്പോൾ ഒരു 7 തലമുറയെങ്കിലും കഴിഞ്ഞു കാണും. 7 തലമുറയെങ്കിലും സൂക്ഷിച്ചു പഠിച്ചത്. നല്ലൊരു സാധനം ഇരിപ്പുണ്ട്. കിണത്തുള്ള ഐറ്റമൊക്കെ ഉണ്ട്. നല്ല ആട്ടുന്ന കൈയൊക്കെ പിടിച്ചത് എല്ലാം ആട്ടുന്ന സാധനം. അത് വേണമെന്നാണ് സൂപ്പർ സാധനം. നമ്മുടെ നാട്ടിൽ തന്നെ കാണാൻ പറ്റി. അതെ ഇതും ഒരു പ്രത്യേക വർഗത്തിൽ സ്പീഷീസിൽപ്പെട്ട സാധനം. കയ്യിലോ കാലിലോ ഒന്ന് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സുഖം കാണത്തില്ല. അത് ഈ പറങ്കാവിനകത്ത് കപ്പിയിരിക്കുന്ന സാധനം കാണാൻ ഭയങ്കര ഭംഗിയാട്ടോ. ഇതിനുള്ളിൽ ഇവിടുത്തെ ആചാരപ്രകാരം സ്ത്രീകൾക്ക് പ്രവേശനമില്ല. പക്ഷെ ഇതിന്റെ ഉള്ളിൽ ഇപ്പുറത്ത് മുരുകക്ഷേത്രമാണ്, അതിനകത്ത് പ്രവേശിക്കുന്നുണ്ട്, കുഴപ്പമില്ല. ഇവിടുത്തെ ആചാരപ്രകാരം ഈ ചുറ്റമ്പലം ഈ കോമ്പൗണ്ടിനുള്ളിൽ ശിവനും പാർവതി ഇരിക്കുന്ന അവിടെ ഉപയോഗിക്കാൻ പറ്റത്തില്ല, പ്രവേശിക്കാൻ പാടില്ല. അതേ മൊബൈല് ഇവിടെ കയറാം. ഇവിടെ ഇത് മുരുകക്ഷേത്രത്തിൽ ഇവിടെ പ്രവേശനമുണ്ട് സ്ത്രീകൾ. ഒരു വനാന്തരീക്ഷമാണ് ഇവിടുത്തെ കാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ കാവിനുള്ളിൽ ഏതാണ്ട് 40ഓളം മരത്തിനകള് പേരറിയാതെ ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും ഈ ഇലിപ്പേനെ കണ്ടുപിടിച്ച കണക്ക് പേരറിയാതെ നിൽക്കുന്ന മരങ്ങൾ ഒരുപാടുണ്ട്. ഇത് ഈ ശബരിമല പോകുമ്പോൾ ഇഷ്ടം പോലെ കാണുന്ന സാധനം. വളരെ എഴുതി വരുന്നുണ്ട് തേരട്ട. അളിയ ഈ സംഭവങ്ങളെ ഇതിനകത്താണ് നേരത്തെ പറഞ്ഞ 40ഓളം മരങ്ങളുടെ പേരുകൾ ഇപ്പോഴും അറിയപ്പെടാത്ത, എന്തരാണ് സംഭവം എന്നറിയപ്പെടാത്ത മരങ്ങളുണ്ട് ഇവിടെ. അതിനൊക്കെ നോക്കിയോ, എന്തെങ്കിലുമൊക്കെ അറിയാവുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഈ മരങ്ങളെ കുറിച്ച് ടാർസൻ ആൻഡ് ജാനി ഒരു ടാർസനായിട്ടൊന്ന് ആലോചി. എന്ന് പറഞ്ഞ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൊല്ലം ജില്ലയിൽ തന്നെ ഏതാണ്ട് 10 ഇല്ലേ, 10 കൂടുതലുണ്ട് ആയിരവല്ലിക്കാവ്. ഇപ്പൊ നമ്മുടെ ചെറുക്കര തന്നെ നല്ലൊരു വെള്ളച്ചാട്ടമുള്ള ആയിരവല്ലിക്കാവട്ടെ. ആൾക്കാരെല്ലാം വന്ന് മറ്റേ റീൽസ് ഒക്കെ ഇടുന്നു. അവിടെ നമുക്ക് അത് ആയിരവല്ലിക്കാവ് എന്ന് പറയുന്നത്. ഇത് ആയിരവല്ലി മഹാദേവ ക്ഷേത്രമാണ്. വവ്വാലുകളെ കരച്ചില്ല, വവ്വാൽ കൂട്ടം. ഇവിടെയൊക്കെ കുളിക്കാൻ കൊള്ളാം. വീട്ടിനകത്തെ കൊണ്ടുവച്ചങ്ങ് കിളിപ്പീര കിടക്കുന്നു. കളിയാ വീട്ടിനകത്ത് ഇത് ആവശ്യം പോലെ. വീട്ടിനകത്ത് കളിയാ കൊണ്ടുവന്ന് കുപ്പിയിലും അവിടെ 15 രൂപ 20 രൂപയും കൊടുത്ത് ഇവിടെ ആവശ്യം പോലെ കിടക്കുന്നത്. തറയിലെല്ലാം കിടക്കുന്നു മണി പ്ലാന്റ് ആവശ്യം പോലെ.
ആർക്കും വേണ്ട. നമ്മളിവിടെ 10 റിയാൽ കൊടുക്കണോളെ ഇതിന്റെ ഒരു വള്ളിക്ക്, ചെറിയൊരു വള്ളിക്ക്. ഞാനും മേടിച്ചോണ്ട് വെച്ചിട്ടുണ്ട്, പൈസ ഉണ്ട്. താഴെ കൂടെ അങ്ങ് പോലെ നല്ല തെറ്റല. അതൈറ്റം എന്തുവാന്നല്ല പിടിയും കിട്ടിയത്. ഇത് തെറ്റി പൂവില്ലേ, അതേ കണക്കിരിക്കുന്നല്ലേ, അതേപോലത്തെ പഴം. എന്തുവാന്ന് എനിക്കറിയാൻ വയ്യ, അറിയാവുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിലാ. ഇതെന്തെങ്കിലും പ്രാധാന്യമുള്ള അരി എനിക്കറിയാൻ വയ്യ ഇത് കറക്റ്റ്. ഇതറിയാവുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യട്ടെ അല്ലേ.
ഊറ്റ് മണ്ടേന്ന് വരുന്നത് അതായത് ഇതൊക്കെ മലമണ്ടേന്ന് വരുന്നത് പണ്ടല്ലേ ശബരിമല ഊറ്റുവെള്ളം ഇല്ലേ അവിടുന്ന് ഇവിടുത്തെ ആളുകൾ കുടിക്കാൻ കൊണ്ടുപോകാറുണ്ട്. കുടിക്കുന്ന വെള്ളം നല്ല തണുപ്പ് വന്ന് കൈവിട്ട് നോക്കിയാൽ ഭയങ്കര തണുപ്പാണ് ഭൂമിക്ക് അടിയിൽ നിന്ന് വരുന്നത്. അങ്ങനെ നമ്മൾ പരവൂർ കൂനയിലുള്ള ആയിരവല്ലിക്കാവിലെ ഇലിപ്പമര മുത്തശ്ശിയോടോ മുത്തശ്ശനോടോ എല്ലാ കാര്യങ്ങളൊക്കെ തിരക്കി കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവച്ചു. ഇനിയും നമുക്കിതിൻ്റെ അറിവുകളൊന്നും പൂർണ്ണമല്ല. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് പറയുക, അല്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തരിക. നമുക്ക് അറിയാവുന്ന സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ചാത്തന്നൂർ വീണ്ടും നിങ്ങളുടെ മുന്നിലെത്തും. പുതിയ ഇതാണത്തുള്ള നമ്മുടെ നാട്ടിൻപുറത്ത് അറിയാതെ കിടക്കുന്ന സ്ഥലങ്ങൾ തേടി നമ്മൾ വീണ്ടും പോകുന്നു. അപ്പോൾ വീണ്ടും സന്ധിക്കും വരെ വണക്കം. അപ്പൊ ഇനി ഒരുപാട് കാണാത്ത കാര്യങ്ങളും കാണാത്ത കാഴ്ചകളുമായി ഞങ്ങൾ വീണ്ടും വരും. ഓക്കെ.